ഇസ്ലാമിക ചരിത്രത്തിലെ ഐതിഹാസികമായ യുദ്ധങ്ങളിലൊന്നാണ് ഖന്തക്. കിടങ്ങ് കുഴിച്ച് ശത്രുക്കളെ പരാജയപ്പെടുത്തിയ ഈ യുദ്ധഭൂമിയിലെ ഖനനത്തിൽ പുതിയ കാഴ്ചകൾ തെളിയുകയാണ്. മദീനയിലെ ഖന്തക് പ്രദേശത്തെ പുതിയ വിശേഷങ്ങൾ കാണാം. ഇസ്ലാമിക ചരിത്രത്തിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട യുദ്ധമാണ് ഖന്തക്. ഹിജ്റ 5-ാം വർഷത്തിലായിരുന്നു അത്. പ്രവാചകനും മദീനക്കുമെതിരെ ബദറിനും ഉഹുദിനും ശേഷം മക്കയിലെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 12,000-ഓളം വരുന്ന ശത്രു സൈന്യം നീങ്ങി. മദീനയിൽ അക്കാലത്ത് പ്രവാചക പക്ഷത്തുള്ളത് 3,000-ഓളം പേർ മാത്രമാണ്. അപ്പോൾ നേരിടാനുള്ള യുദ്ധതന്ത്രത്തിലേക്ക് ആലോചന നീണ്ടു. ഈ ഘട്ടത്തിലാണ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, പേർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു പ്രവാചകരോട്, പ്രവാചകരെ, ഇങ്ങനെയൊക്കെയുള്ള വലിയ സൈന്യങ്ങൾ കടന്നു വരികയാണെങ്കിൽ അവരെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നേർക്ക് നേരെ ഒരു യുദ്ധം നടക്കാതിരിക്കുക എന്നതാണ്. ഇവരെ തടുക്കുക എന്നതാണ്, തടുത്തു നിർത്തുക എന്നതാണ്. അങ്ങനെ തടുത്തു നിർത്താനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് പേർഷ്യക്കാരായ ഞങ്ങൾക്കറിയാം. അതെന്താണെന്ന് ചോദിച്ചാൽ വലിയ കിടങ്ങ് കുഴിച്ചുകൊണ്ട് ശത്രുക്കളെ പ്രതിരോധിക്കുകയും എന്നിട്ട് അവരെ പരാജയപ്പെടുത്തുകയും അങ്ങനെ അവരെ മടക്കി അയക്കുകയും ചെയ്യുന്ന ഒരു യുദ്ധരീതി പേർഷ്യക്കാരായ ഞങ്ങൾക്ക് വശമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബ് ലോകത്തിന് അന്ന് വരെ അപരിചിതമായ തീർത്തും വ്യത്യസ്തമായ ഒരു പുതിയ യുദ്ധരീതി മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരീക്ഷിക്കുന്നു. ഖന്തക് എന്നാൽ കിടങ്ങ് എന്നാണ് അർത്ഥം. ആക്രമിക്കാനെത്തിയ ശത്രുക്കളെ മദീനയിലേക്കുള്ള പ്രവേശന വഴിയിൽ കിടങ്ങ് കുഴിച്ച് പ്രതിരോധിച്ചതിനാണ് ഖന്തക് എന്ന പേര് വന്നത്. വലയാകൃതിയിൽ 2.7 കിലോമീറ്റർ നീളത്തിലായിരുന്നു കിടങ്ങ്. ദിവസങ്ങളോളം മദീനയെ ശത്രുക്കൾ ഉപരോധിച്ചു നിന്നെങ്കിലും ഒടുവിൽ പരാജയപ്പെട്ട് പിൻവാങ്ങി. പട്ടിണി കൊണ്ട് വലഞ്ഞാണ് ഈ യുദ്ധം പ്രവാചകരും സംഘവും പൂർത്തിയാക്കിയത്. 5.5 മീറ്റർ വീതിയും ആഴമേറിയതുമായിരുന്നു കിടങ്ങ്. ഒരു കുതിര ഇതിൽ കുറഞ്ഞ ദൂരം ചാടിക്കടക്കുമെന്നതിനാലാണ് വീതിയും ആഴവും കൂട്ടിയത്. അവിടെയാണിപ്പോൾ ഖന്തക്കിലെ ഏറ്റവും വലിയ പള്ളി സ്ഥിതി ചെയ്യുന്നത്. കിടങ്ങിന്റെ അടയാളങ്ങളൊന്നും ഇന്ന് ഖന്തക് പ്രദേശത്തില്ല. പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായ ആ യുദ്ധത്തിലെ സുപ്രധാന ഭാഗങ്ങളും പ്രവാചകൻ വിശ്രമിച്ച സ്ഥലത്തെ പള്ളികളുമെല്ലാം 1400 വർഷങ്ങൾക്ക് ഇപ്പുറവും വൈകാരിക കാഴ്ചയാണ്. ഇപ്പോൾ നടക്കുന്ന വികസനത്തിൽ ഇവിടെ പുതിയ കാഴ്ചകളും തെളിയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് തോന്നുന്നത് ഖന്തക് യുദ്ധം നടന്ന മേഖല ഇന്ന് അറിയപ്പെടുന്നത് സബു മസാജിദ് എന്നതാണ്. അൽ മസാജിദ് സബു എന്ന പേരിൽ 7 ചരിത്രപ്രധാനമായ പള്ളികൾ നിലകൊള്ളുന്നത് കാരണത്താലാണ് 7 പള്ളികൾ ഉള്ള സ്ഥലം എന്ന പേരിൽ അത് അറിയപ്പെടുന്നത്. പക്ഷേ ഈ അടുത്ത കാലം വരെ അവിടെ നമുക്ക് മൊത്തം 6 പള്ളികൾ മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. ഒരു പള്ളി അജ്ഞാതമായി കിടക്കുകയായിരുന്നു. ഈ അജ്ഞാതമായി കിടക്കുന്ന പള്ളി ഏതാണെന്ന് ചോദിച്ചാൽ അത് അലി റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ കൂടെ ഇസ്ലാമിക സൈന്യവും നിലയുറപ്പിച്ചിരുന്ന മസ്ജിദ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരുള്ള പള്ളിയാണ് അവിടെ അജ്ഞാതമായി കിടന്നിരുന്നത്. ഈ അജ്ഞാതമായി കിടന്നിരുന്ന അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള പള്ളി മണ്ണിൽ ഖനനം നടത്തിയിട്ട് ആ പള്ളിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ആ പള്ളി പുനരുദ്ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പഴമയോടെയുള്ള ഈ മോടിക്കൂട്ടൽ ഹജ്ജിന് മുന്നോടിയായി പൂർത്തിയാകും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, മദീന. ചരിത്ര വഴികളിലൂടെ പവേഡ് ബൈ STC Bank. Send money to India with no fees. Co-powered by Makkah Hypermarket. Big savings for every family.